ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു മിനി വ്ളോഗാണ്. വേറെ ഒന്നുമല്ല, ചെങ്ങായിയുടെ വണ്ടി ഒന്ന് സർവീസ് സെന്ററിൽ ഒന്ന് കൊണ്ടുപോകണം, സർവീസ് ചെയ്യണം. ഹോണ്ട സിറ്റിയാണ് വണ്ടി. ഇപ്പോൾ നമ്മൾ പോകുന്ന സർവീസ് സെന്റർ എവിടെയാണ് അരുമൽ? കഴക്കൂട്ടത്താണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വിശേഷങ്ങളും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്. ഇനി ഏകദേശം 2 കിലോമീറ്റർ അടുപ്പിച്ചുകൊണ്ട് ഏതാണ്ടി അങ്ങനെ നമ്മൾ സർവീസ് സെന്റർ എത്തി. സർവീസ് പറഞ്ഞിട്ടുണ്ട്. താഴോട്ട് പോകാനാണ് കാണിക്കുന്നത്. We are going down. കൊറേ വണ്ടികൾ ഉറപ്പുണ്ടല്ലോ. സർവീസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയി കുറിപ്പെഴുതിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അരുമൽ ദാസ്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ നിറങ്ങാൻ പോവുകയാണ്. ഏകദേശം ഉച്ചയാകും എന്നാണ് പറയുന്നത്. അരുമലെ എത്രയായി? എടാ, വിചാരിച്ചിരുന്നൊന്നും നിൽക്കുന്നില്ല. ഇതിപ്പോ 10-26,000 രൂപയാവുന്നാണ് തോന്നുന്നത്. ഒരു സർവീസിന് 26,000 രൂപ. ഹോണ്ട സിറ്റി ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പൊ നീ BMW അങ്ങനെ എടുത്തിരുന്നെങ്കിൽ. അപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. കൊട എടുക്ക്, വെയിലോണ്ട് പൊള്ളും അല്ലെങ്കിൽ. ഓ, ബ്യൂട്ടി കോൺഷ്യസ്. വല്ലപ്പോഴൊക്കെ വെയില് കൊള്ളണം മിസ്റ്റർ. നീ വെയിലുണ്ടോ? കഴക്കൂട്ടത്തുള്ള പെനിൻസുലാർ ഹോണ്ടയിലാണ് നമ്മൾ വണ്ടി സർവീസിന് കൊടുക്കാൻ വന്നത്. അവിടെയാണ് കാര്യവട്ടം, ഗ്രീൻഫീൽഡ്. എങ്കിൽ അവിടെ പോവാ. അപ്പോ നമ്മള് വണ്ടി അവിടെ സർവീസിന് കൊടുക്കാൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങി. നല്ല വെയിലുണ്ട്, നല്ല ഉഷാറായിട്ടുള്ള വെയിലുണ്ട്. അളിയും പിന്നെ ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് എപ്പോഴും കുട കൊണ്ട് സൈക്ലിംഗ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നങ്ങ് എത്തുന്നില്ലല്ലോ, കുറെ നേരമായി. നമ്മൾ നടന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോട്ട് എത്തി. അരമലെ അവിടെ കയറ്റോ? അവിടെയും കയറ്റൂലേ നീ? എല്ലായിടത്തും നമ്മൾ അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്നു. വല്ലപ്പോഴും നടക്കുന്നത് നല്ലതാ. നമ്മൾ ആക്ച്വലി നേരത്തെ ഗ്രീൻഫീൽഡിൽ പോയിട്ടുണ്ട് ക്രിക്കറ്റ് ഒക്കെ കാണാൻ. നീയാ? ഞാൻ പോയിട്ടുണ്ട്. എന്തിന്? ക്രിക്കറ്റ് കാണാൻ. ഏത് ക്രിക്കറ്റ്? മറ്റേ ഇന്ത്യയുടെ. നീ കാണാൻ പോയാ? പോടാ, ചുമ്മാട്ടാ. എടോ, ഇയാൾ ഈ തണലത്ത് എന്തിനാ കൊട പിടിക്കുന്നേ? എപ്പ വേണമെങ്കിലും വെയിലാവാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഓ, ആയിക്കോട്ടെ സാറേ. നടന്നു വന്നപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചതാണ്. ഒരാരും ഇങ്ങോട്ട് കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹോളും ഉണ്ട്. എന്ത് സംഭവം? സംഭവം തന്നെ അറിയില്ല. അരമലെ, നീ കയറി പോന്ന വഴി കൂടെ. നീ എവിടെ പോയടാ? അങ്ങനത്തെയാ? എന്താ അല്ല, വിക്കറ്റ് ഒക്കെ എടുക്കുന്നവര് കാണിക്കുന്നു. ഗൈസ്, വലിയ കാര്യത്തിലൊരു സിനിമ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ ആൾക്കാരൊന്നുമില്ല. പാറോസ് മാത്രമേ നമ്മൾ കാണാത്ത ഫിലിമുള്ളൂ. പക്ഷെ അതിന് 10 പേര് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പോസ്റ്റ് അയക്കുക. ഗ്രൗണ്ട് ഭയങ്കര ചെറുത് പോലെ വന്നോട്ടാ. ഗ്രൗണ്ട് ചെറുതായിട്ടുള്ളത് പോലെ വന്നു. ഗ്രൗണ്ട് അരമലെ ഒന്ന് പോയല്ല. ഇപ്പൊ സിനിമ കാണാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ഷേക്ക് കുടിച്ചാലോ? ഷേക്ക് കുടിക്കാം. അടുത്ത ഏത് ഷേക്ക് വേണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ. അങ്ങനെ നമ്മൾ സിനിമ കാണാതെ ഷേക്ക് കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. കഴക്കൂട്ടത്താണ് കേട്ടോ നല്ലത്, നമ്മൾ തിരിഞ്ഞ സ്ഥലം. ക്ലോസ് ദ ഡോർ. വെറുതെ അവിടം വരെ നടന്ന ഗൈസ്, വെറുതെ ആയിപ്പോയി. നമ്മൾ പിന്നെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കറുത്തു പോയടാ. എവിടെ കറുത്ത? മുഖമൊക്കെ കറുത്തു പോയി. ഞാൻ നീ ഒരു കളറായി. കൊട തണ്ടി
നമ്മൾ കുറെ നടന്നിട്ട് ദേ ഇവിടെ വന്നിരിക്കുകയാണ്. 2 ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് 2 അവക്കാഡോ ഷേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുണ്ട് ചേച്ചി കഴിക്കാൻ? വല്ലതും വേണോ? 2 കട്ട്ലറ്റ് എടുക്കും. എന്നാ എടുത്തു. അതുപോലെ എങ്ങനെ ഉണ്ടാണ് ഷേക്ക്? സംഭവം സൂപ്പറാണ്. എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്തെ അവോക്കാഡോ ഷേക്ക് ഇത്രയും ചീപ്പായിട്ട് ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഇവിടെ വത്ത കിട്ടുള്ളൂ. 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ 2 നമ്മൾ അതിൻ്റെ കൂടെ ഒരു കട്ട്ലറ്റ് കൂടെ കഴിച്ചു, നല്ലതായിരുന്നു. അങ്ങനെ ഗായ്സ് നമ്മൾ പിന്നെ എത്തിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ സർവീസ് ഏകദേശം കഴിയാറായി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അഡ്വൈസർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അറൗണ്ട് 12 PM ആയി. അപ്പോൾ നമ്മളിവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നതായിരിക്കും. ആക്ച്വലി കുറച്ചുകൂടെ ടൈം എടുക്കുമെന്ന് പറഞ്ഞു, ഇനിയും സർവീസ് തീരാനുണ്ട്. അപ്പം നമ്മളിവിടെ ലോഞ്ച് എക്സസിൽ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. നമ്മളിവിടുത്തെ ലോഞ്ച് എക്സസിൽ വെയിറ്റ് ചെയ്യുകയാണ്. ആരോമൽ ദേ ഇരിക്കുന്നു. അതുപോലെ ക്ഷീണിച്ച നല്ലോണം. എന്തായി? നടക്കൂല. എന്ത്? വണ്ടി ഇത്തിരിയുടെ സീനാണ്. ഇത്തിരിയുടെ തയ്യാറെടുക്കും. നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി അൽഫാം കുഴിമന്തി ഓർഡർ ചെയ്തിട്ടിരിക്കുന്നു. അങ്ങനെ മന്തി ഇത് പൊള്ളിയടാ. പൊളി സാധനം, ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റ്. അതുപോലെ എന്തായി സർവീസിന്റെ പോസ്റ്റ്? കൊന്നിറക്കുമെന്നൊക്കെ പറയില്ലേ, കേട്ടിട്ടുണ്ടേ ഉള്ളു. അതാ കണ്ടോ, എന്നെ ഇപ്പൊ തന്നെ ചുമ്മാ സർവീസിന് വിളിച്ചതാണ്. എന്നും വിളിച്ചോണ്ടിരിക്കും, സർവീസ് ചെയ്യുന്നില്ലേ സാർ, സർവീസ് ചെയ്യുന്നില്ലേ എന്ന്. ഇപ്പൊ സർവീസ് ചെയ്യാൻ വന്നിട്ട് ഇതാ ഇപ്പൊ 14,000 ഇത്ര രൂപയാണ് ആയത്. 14,042 സർവീസ് ചെയ്യാൻ മാത്രം. ഇനി 2 ടയറും കൂടെ മാറ്റണം, അപ്പൊ 26,000 കൂടുതലാവും. ഇതിപ്പോ എത്രാമത്തെ സർവീസ്? ഇതൊന്ന് 40,000 കിലോമീറ്റർ സർവീസാണ്. 4-മത്തെയാണ് എനിക്ക് ഉദ്ദേശപ്രകാരം. 4-മത്തെ 5-മത്തെയാണ്. സിറ്റിയുടെ സർവീസ് റേറ്റ് ആണല്ലോ. 8-മത്തെ സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വീട് വിറ്റ് ഓർമ്മിക്കറിയാണെങ്കിൽ. ആരോടെ ഈ ഒരു സർവീസിന്റെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ സർവീസിനൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടെ പോയാൽ ഇപ്പോൾ ഒരു 10,000-3,000 രൂപ കയ്യിലിരിക്കും. അല്ലെങ്കിൽ ഇവർ പറഞ്ഞ എല്ലാം ആഡ് ഓൺ ചെയ്ത് അനാവശ്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കും. അപ്പോൾ ഇനിയിപ്പോൾ സർവീസിനൊക്കെ പോവുകയാണെങ്കിൽ കൂടെ പൊക്കോളണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് പറന്നു പോകും. ഓക്കെ, നോട്ട്. അങ്ങനെ ഗായ്സ് സർവീസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് വണ്ടി കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. സോ വി ആർ ഗോയിങ് ബാക്ക്. അതുപോലെ വണ്ടി സർവീസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട്? വണ്ടി കാര്യമൊക്കെ ശരിയാണ്. ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു സംഭവം, പക്ഷെ വണ്ടി ഓടിക്കാനുള്ള സ്മൂത്ത്നെസ് ഇല്ലേ, അതൊരു അപാര സുഖം തന്നെ കേട്ടോ. പിന്നെ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തൊക്കെ ആയാലും ആ വണ്ടിയുടെ സ്മൂത്ത്നെസ്സും എല്ലാം പക്ക, അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ സൂപ്പർ തന്നെ. ഓവറോൾ ഒരു 7 out of 10. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു പുതിയൊരു കണ്ടന്റ് ആയിട്ട് കാണാം. അതുവരെയും everyone stay always safe and happy. This is Anas Fasuluddin and This is Aromil Das signing off. Salam.